തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ശേഷം ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഹൈറേഞ്ച് സംരക്ഷണ സമിതി രൂപം നൽകി. ആദ്യഘട്ടമായി നവംബർ 24-ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രത്തിൽ സത്യാഗ്രഹം ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പട്ടയ വിഷയം ഉയർത്തി ജില്ലയിൽ വീണ്ടും സജീവമാകാനാണ് സമിതിയുടെ നീക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കസ്തൂരിരംഗൻ വിഷയം ഉന്നയിച്ച് രംഗത്ത് വന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇന്ന് ജില്ലയിലെ മുഖ്യ രാഷ്ട്രീയ ശക്തിയായി മാറിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 103 സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച സമിതിക്ക് 32 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും 4 ബ്ലോക്ക് 2 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും വിജയിപ്പിക്കാനും കഴിഞ്ഞിരുന്നു. മരിയാപുരം പഞ്ചായത്ത് ഒറ്റയ്ക്ക് നേടിയെടുക്കാനും സമിതിക്കായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ വിജയം ആവർത്തിക്കാനാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായുള്ള ബാന്ധവത്തിലൂടെ ജില്ലയിൽ മികച്ച തിരിച്ചുവരവ് നടത്തിയ LDF-ന് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണകരമാകും. ജനവാസ കേന്ദ്രങ്ങളെ ESA പരിധിയിൽ നിന്ന് ഒഴിവാക്കുക, എല്ലാവർക്കും പട്ടയം നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമിതി വീണ്ടും സമരം ആരംഭിക്കുന്നത്. ഇവിടെ ESA പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് നഷ്ടമുണ്ടാവും? 10 പൈസ അവന്റെ ശമ്പളത്തിൽ കുറവ് വരാൻ പോകുന്നില്ല, ഒരു ആനുകൂല്യത്തിനും കുറവ് വരാൻ പോകുന്നില്ല. ഇവിടെ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചും ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ബിസിനസ്സൊക്കെ നടന്നുകൊള്ളു. ESA ആണോ അല്ലോ എന്നുള്ള വിഷയമല്ല. ആർക്കാണ് ഇതിൻ്റെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്? 1/2 ഏക്കർ, 1 ഏക്കർ, 2 ഏക്കർ, 3 ഏക്കർ ഭൂമിയുള്ള സാധാരണക്കാരനായ കർഷകന് കൃഷി ചെയ്യാൻ പറ്റാതെ വരും. അവൻ്റെ സ്വാഭാവികമായ സുസ്ഥിര വികസന പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിയാതെ വരും. ഇടതുപക്ഷവുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെതിരെ ഉയർന്ന എതിർപ്പുകളെ മറികടക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് സമിതി കണക്കുകൂട്ടുന്നു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഭീഷണിയല്ലെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിച്ച UDF കേന്ദ്രങ്ങൾക്ക് ശക്തമായ മറുപടി കൊടുക്കാനും സമിതി ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി വീണ്ടും തുടർ സമരങ്ങളുമായി രംഗത്തിറങ്ങുന്നത് ഭീഷണിയാകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് UDF നേതൃത്വം. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.